ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ റീഡിങ്ങിനകത്ത് കുറേ പേര് കമ്മ്യൂണിക്കേഷൻ വഴി വഴക്കുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഉണ്ടായി. ഇന്ന് വീഡിയോ അപ്ലോഡായി ഒരു മണിക്കൂറിനകത്ത് തന്നെ റിവ്യൂ കിട്ടിയായിരുന്നു. അപ്പോൾ വന്ന് പറഞ്ഞതിന് താങ്ക് യു സോ മച്ച്. അപ്പം ആർക്കൊക്കെ റെസണേറ്റ് ആയെന്ന് പറയണേ. ഇന്നലെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, അപ്പോൾ അത് ആർക്കൊക്കെ റെസണേറ്റ് ആയി എന്ന് പറയണം കേട്ടോ. അതൊക്കെ ഉണ്ടാക്കി പിണങ്ങുമോ? കൂടുതലും മോസ്റ്റ്ലി കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. അത് എത്രത്തോളം ആ റീഡിങ് ആക്യുറേറ്റ് ആയെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ്, ഇന്നത്തെ എനർജീസ് എന്തൊക്കെയാണ്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. വെരി ഗുഡ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ടവറാണ്. ടവർ അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ആണ്, ഒരു അപ്രതീക്ഷിതമായ തിരിച്ചടി കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് ടവർ പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യം ഏതാണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചിലപ്പോൾ അത് അട്ടിമറിക്കപ്പെടുന്നു എന്നാണ്. അപ്പോൾ വളരെ സ്മൂത്തായിട്ടാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ പെട്ടെന്ന് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതല്ല, കോൺഫ്ലിക്റ്റഡ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ അതെല്ലാം ഒന്ന് സ്മൂത്ത് ആകാൻ സാധ്യതയുണ്ട്. ഈ ടവറ് ഡെത്ത് കാർഡ്, അതുപോലെ ഫോറോ സോഡ്, അങ്ങനെയുള്ള 2-3 കാർഡുകളുണ്ട്. അപ്പോൾ ആ കാർഡുകളൊക്കെ കാണുമ്പോൾ ഡെവിള്, ഈ കാർഡുകളൊക്കെ കാണുമ്പോൾ ഈ കാർഡുകൾ കാണുമ്പോൾ നമുക്ക് നമ്മൾ പേഴ്സണൽ റീഡിങ്ങിന് ശരിക്കും കീവേഡ് വെച്ചിട്ട് നോക്കിയാൽ ഈ കാർഡിനൊന്നും നമ്മൾ ഈ പറയുന്ന വേർഡ് മീനിങ്സ് ഒന്നും കാണത്തില്ല. പക്ഷേ നമ്മൾ പലപ്പോഴും പേഴ്സണൽ റീഡിങ്ങിന് നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇൻഡ്യൂഷൻ തോന്നും. കാരണം ഒരു കാർഡ് നമുക്ക് കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ കീവേഡ്സ് അല്ലാതെ മാറി വായിക്കണമെങ്കിൽ നമുക്ക് ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യണം. അപ്പം ആ സമയത്താണ് നമുക്ക് കറക്റ്റായിട്ട് ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കഥ പോലെ ഇവരുടെ കാര്യം മനസ്സിലാവും. അപ്പോൾ ഈ ടവർ കാർഡൊക്കെ കാണുമ്പോൾ ശ്രദ്ധിക്കണം, വീഴാൻ സാധ്യതയുണ്ട്. ഓക്കെ, വീഴുക എന്നൊരു ആസ്പെക്റ്റ് ഇതിലുണ്ട്. തലയും കുത്തി വീഴുക, അല്ലെങ്കിൽ എന്താണ് നമ്മൾ നിന്നിടത്തുനിന്ന് മറിഞ്ഞടിച്ച് വീഴുക. ഓക്കെ, അത് എങ്ങനെയുള്ള വീഴ്ചയാകാം. അപ്പോൾ ഒരു വീഴ്ച പ്രതീക്ഷിക്കണം. ഓക്കെ, അപ്പം നമ്മളിത് പറയുന്നത് നെഗറ്റീവായിട്ട് രാവിലെ വന്ന് നെഗറ്റീവ് അടിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ ഇങ്ങനൊരു കാർഡ് കാണുമ്പോൾ നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ഒരു വീഴ്ച പറ്റാൻ സാധ്യതയുണ്ട്. അത് ഫിസിക്കലാവാം, മെൻ്റലാകാം, മാനസികമായിട്ടുള്ളൊരു വീഴ്ചയാകാം, ശാരീരികമായിട്ടുള്ളൊരു വീഴ്ചയാകാം, പെട്ടെന്നൊരു ഷോക്ക് കിട്ടുന്ന പോലെയുള്ള എന്തെങ്കിലും ഒരു സംഭവമാകാം. അപ്പോൾ പ്രതീക്ഷിച്ചിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം നമ്മളായിട്ടുണ്ടാക്കരുത്. പിന്നെ വരാനുള്ളതാണെങ്കിൽ അത് വരും. അപ്പോൾ ടവർ എന്താണ്, മേജർ അർക്കാന കാർഡാണ്. നമുക്ക് ശ്രമിച്ചാൽ മാറ്റാൻ പറ്റില്ല, പക്ഷെ നമുക്കത് പ്രതീക്ഷിച്ചിരിക്കാൻ പറ്റും. അപ്പോൾ ഇന്നൊരു അപ്രതീക്ഷിതമായ ഒരു മാറ്റം, അതായത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുള്ളതായിട്ടാണ് ടവർ കാർഡ് പറയുന്നത്. നെഗറ്റീവ് പറഞ്ഞല്ല, നമ്മളത് ശ്രദ്ധിക്കുക. അങ്ങനൊരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആയിട്ട് അതിനൊരു അവസരം ഉണ്ടാക്കരുത്, നമ്മളതിൽ നിന്ന് മാറിപ്പോകണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് കാർഡ് 10 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഫാമിലിയിൽ ആകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാവാനോ ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ 10 ഓഫ് കപ്സ് ആണ്. ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫാമിലിയോടൊപ്പം ചിലപ്പോൾ മക്കളോടും ഹസ്ബൻഡ്, വൈഫ്, മക്കൾ അവരെല്ലാം കൂടെ ഒന്ന് ഔട്ടിങ്ങിന് പോകുന്നതാവാം. അല്ലെങ്കിൽ വിദേശത്തു നിന്നൊക്കെ ഫാമിലിയിലോട്ട് തിരിച്ചു വരുന്ന കുറച്ച് ആളുകളുണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ചൊക്കെ വീട്ടിലേക്ക് പോകാൻ പറ്റുന്നതാകാം, അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകാനുള്ള ഡേറ്റ് എടുക്കുന്നതാവാം. അപ്പോൾ ഫാമിലി റീയൂണിയൻ നടക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ സ്വപ്നം കണ്ടു തുടങ്ങുന്നതാണ്. നിങ്ങൾ ഇത് കണ്ടില്ലേ, അത് ഡ്രീമിംഗ് ആണ്. ഡ്രീമിംഗ് ഓഫ് ദ റീയൂണിയൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീടുമായി ചേർന്ന് നിൽക്കാൻ പറ്റുന്നു, അതല്ലെങ്കിൽ വീട്ടിൻ്റെ സ്നേഹത്തിലേക്ക്, തണലിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്നു നിങ്ങൾ ഡ്രീം ചെയ്ത് തുടങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ് 10 ഓഫ് കപ്സ് പറയുന്നത്. ഇത് ഫാമിലി റീയൂണിയൻ്റെ കാർഡ് പ്ലസ് ഫാമിലി പോലെ ജീവിച്ചവരെന്നാണ്. അപ്പോൾ ചിലപ്പം ലിവിങ് ടുഗദർ ആയിരുന്നവരുണ്ടാകാം, അതല്ല ഫാമിലി പോലെ, അതായത് കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും ലിവിങ് ടുഗദർ അല്ലെങ്കിലും ഒരു ഫാമിലി പോലെ ജീവിച്ചിട്ട് പിരിഞ്ഞു പോയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്കും ഒരു ഫാമിലി റീയൂണിയൻ്റെ കാർഡാണ്
ഈ 10 ഓഫ് കപ്സ് പറയുന്നത്. അപ്പോൾ ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാനോ ഒക്കെ ഇന്നേ ദിവസം സാധ്യത ഉണ്ടെന്നാണ് 10 ഓഫ് കപ്സ് പറയുന്നത്. നമ്മളൊരു ഹാപ്പി ആയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെന്നാണ് കേട്ടോ. അതാണ് 10 ഓഫ് കപ്സ് പറയുന്നത്. നെക്സ്റ്റ് മജീഷ്യൻ്റെ കാർഡാണ്. അപ്പം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പം മാനിഫെസ്റ്റ് ചെയ്താൽ ഇപ്പം തന്നെ നിങ്ങൾക്കത് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. മനസ്സിലായോ? അതായത് നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അപ്പം തന്നെ അത് നടക്കുമ്പോൾ നിങ്ങളിങ്ങനെ അന്തം വിട്ടിരിക്കും. അയ്യോ ഞാനിപ്പോൾ ഇത് ഓർത്തതേ ഉള്ളല്ലോ, അപ്പം തന്നെ സംഭവിച്ചല്ലോ എന്ന് വിചാരിക്കും. അത്രത്തോളം മാനിഫെസ്റ്റേഷൻ പവർ ഉള്ള ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. അപ്പോൾ രാവിലെ തൊട്ട് വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറ്റണോ അല്ലെങ്കിൽ അവരങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നുള്ള പ്രാകുക പോലുള്ള ഒരു കാര്യം ചെയ്യരുത്. വളരെ പോസിറ്റീവായിട്ട് ഭയഭക്തി ബഹുമാനത്തോടുകൂടി ഇരിക്കുക, പ്രാർത്ഥനകളോടുകൂടി ഇരിക്കുക. അപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് കുറച്ചും കൂടെ വർക്കാവും. നമ്മൾ പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻസ് ആണ് സ്പ്രെഡ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റിവിറ്റി തന്നെ നമുക്ക് തിരിച്ച് വരും. അപ്പോൾ ഹൈലി മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നൊരു ദിവസമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യണം. ഇവിടെ ചില ആളുകൾ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോയിട്ട് പ്രത്യേകം പൂജകളോ വഴിപാടുകളോ ഒക്കെ ചെയ്യത്തില്ലേ, അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് മജീഷ്യൻ്റെ കാർഡ് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു മത്സര പരീക്ഷയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടെ മത്സര പരീക്ഷ മാത്രമല്ല ഇനങ്ങളിൽ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങളാണ് ക്രിയേറ്റർ, അപ്പോൾ നിങ്ങളാണ് വിജയി എന്ന് പറയുന്നത്. നിങ്ങൾ ഒന്നാമനാണ്, അപ്പോൾ നിങ്ങൾ വിജയിക്കും. നിങ്ങളായിരിക്കും ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ വിജയിക്കുക എന്നൊരു അർത്ഥമുണ്ട്. അത് സമ്മാനിതരാവുക എന്നാണ്. അപ്പോൾ അത് ഒറ്റയ്ക്കായിരിക്കാം കൂട്ടായിട്ടായിരിക്കാം, മത്സരങ്ങളിലൊക്കെ പോയാൽ വിജയിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ നിങ്ങളിന്ന് എന്ത് വേണമെന്ന് ആഗ്രഹിച്ചാലും ആ റിസോഴ്സുകളെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാതെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യമായിരിക്കും എന്നുള്ളത്. നിങ്ങൾക്ക് വേണം, പക്ഷേ അതിനുള്ള സോഴ്സ് അറിയില്ല. പക്ഷേ നിങ്ങളുടെ സമയത്തിന് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും. അതാണ് മജീഷ്യൻ്റെ കാർഡ് പറയുന്നത്. ഒന്നാമനാണ്. അപ്പോൾ സ്പിരിച്വലി ആയാലും മെറ്റീരിയലിസ്റ്റിക്കലി ആയാലും നിങ്ങളിന്ന് കുറച്ച് ഹൈ എനർജി ആയിരിക്കും. അപ്പോൾ എന്താഗ്രഹിച്ചാലും നടക്കാനുള്ളൊരു സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അതാണ് മജീഷ്യൻ്റെ കാർഡ് പറയുന്നത് കേട്ടോ. എല്ലാ റിസോഴ്സുകളും നിങ്ങൾക്ക് എന്താണോ ആവശ്യം ആ റിസോഴ്സ് എല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്ന് വന്നുവിടും. ഇത് 6 ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ ഭയങ്കരമായ ബാധ്യതകളിൽ പെട്ടിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ കാണുന്നുണ്ട്. അപ്പോൾ ആ ബാധ്യതകളിൽ നിന്ന്, അത് മാനസികമാകാം, മെറ്റീരിയലിസ്റ്റിക് ആയിരിക്കാം, മാനസികമായ ബുദ്ധിമുട്ട് കൊണ്ട് ആ പ്രശ്നമുള്ള ആ പ്രദേശത്ത് നിന്ന് നിങ്ങൾ മാറിപ്പോകുന്നതാവാം, ജോലി വിട്ട് മാറിപ്പോകുന്നതാവാം, വീട് മാറിപ്പോകുന്നതാവാം. ചിലപ്പോൾ നിങ്ങൾ നിൽക്കുന്ന വീട്ടിലെ കടബാധ്യത കൊണ്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ അവിടെ നിന്ന് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഈ നിൽക്കുന്ന ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ജോലി ഉപേക്ഷിച്ച് നിങ്ങൾ ട്രാൻസ്ഫർ വാങ്ങിച്ചൊക്കെ പോകുന്നതാവാം, അല്ലെങ്കിൽ ജോലി ഉപേക്ഷിച്ച് തന്നെ വേറൊരിടത്തേക്ക് പോകുന്നതാവാം. ചില ആളുകളിൽ നിന്ന് മാനസിക സമ്മർദ്ദം ഭയങ്കര ഭീകരമാകുന്ന സമയത്ത് നിങ്ങൾ ആ ആളുകളെ തന്നെ ഉപേക്ഷിച്ചിട്ട് മറുകരയിലേക്ക് പോകുന്നതാവാം. അതാണ് 6 ഓഫ് സോർഡ്സ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതിൽ കൂടുതൽ ബേർഡൻ നിങ്ങളുടെ തലയിലാകുമ്പോൾ അതിൽ നിന്ന് ഒഴിവായി മറ്റൊരിടത്തേക്ക് പോകാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു യാത്രയുണ്ട്. നിങ്ങളുടെ ഭാരമെല്ലാം തലയിൽ വെച്ചുകൊണ്ടാണ് ഈ യാത്ര പോകുന്നത്. ഹാപ്പി ആയിട്ടൊന്നുമല്ല, എല്ലാ ഭാരവും എടുത്ത് തലയിൽ വെച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ കടബാധ്യത കൊണ്ട് വീട് വിറ്റിട്ട് പോകുന്നവരോ വാടക വീട് മാറി പോകുന്നവരോ ഒക്കെ ആകാം, അല്ലെങ്കിൽ കടബാധ്യത മൂലം വിദേശത്തേക്ക് പോകുന്നവരാകാം കേട്ടോ. അങ്ങനെയാകാം. ഒരു ജീവിതമാർഗം തേടിയിട്ട് ബാധ്യത കൊണ്ട് ജീവിതമാർഗം തേടി മറ്റൊരിടത്തേക്ക് പോകുന്നതാകാം. ഇനി ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അതായത് ഇപ്പോൾ കിടപ്പ് രോഗികളായിട്ടുള്ളവർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെല്ലാം നിങ്ങൾ ബെഡ് റിട്ടേൺ ആയി പോയിട്ടുള്ളവരോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ കുറേ നാളായിട്ട് കിടക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിൽ പോകുന്നതാവാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വേറൊരു ഹോസ്പിറ്റലിലേക്കോ മറ്റൊരു ചികിത്സാ രീതിയിലേക്കോ ചിലപ്പോൾ പോകുന്നതാകാനും സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെയൊന്നും ആർക്കും വരാതിരിക്കട്ടെ. ഓക്കെ, നന്നായിട്ട് പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. ഓക്കെ, പ്രാർത്ഥിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. ഇനി നമ്മൾ ചെയ്ത കർമ്മയുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ അതിന് പ്രായശ്ചിത്തം, നമ്മൾ ചെയ്തത് തെറ്റായി പോയെന്ന് മനസ്സിലായാൽ അതിന് പ്രായശ്ചിത്തം ചെയ്യുക, അല്ലെങ്കിൽ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക, അവരോട് ഓപ്പനൊപ്പനോ ചൊല്ലുക കേട്ടോ. 6 ഓഫ് സോർഡ്സിൻ്റെ എനർജി അതാണ് പറയുന്നത്. ബേർഡനോടുകൂടി സമാധാനം ഇല്ലാത്തടത്തുനിന്ന് സമാധാനം ഉള്ള ഒരിടത്തേക്ക് പോകുന്നതാണ്. യാത്രയാണ് കേട്ടോ, യാത്രയാണ്. യാത്രയുടെ കാർഡാണ്. നെക്സ്റ്റ് ഡേബിൾ സബാഷ്. എന്തിനു വന്നേക്കുന്നത്? ടവറും ഡെവിളും ഒക്കെ വരുമ്പോഴേ ഈ മൂണ്, ഡെവിള്, 10 ഓഫ് സോഡ്, ടവറ്, ഇതൊക്കെ വരുമ്പം ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാകാം ചിലപ്പോൾ. അല്ലെങ്കിൽ ഈ ഡെവിൾ വരുമ്പം മനുഷ്യൻ്റെ മനസ്സിലെ ഡെവിളിസം ആയിരിക്കാം, ഈ ഡെവിൾ എനർജി ആയിരിക്കും. അപ്പം ബോംബ് ബ്ലാസ്റ്റിങ്, ഇപ്പം എയർപ്ലെയിൻ ഹൈജാക്കിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഈ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഈ പൈശാചികത കൊണ്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാകാം. ഇവിടെ ഒരു ടവർ കാർഡും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡബിൾ കാർഡിൻ്റെ ഒരു ക്ലാരിറ്റി നോക്കിയേക്കാം. ഡബിൾ കാർഡിൻ്റെ ക്ലാരിറ്റി കാർഡില്ലേ?
ഡബിൾ കാർഡ് എന്തുകൊണ്ടാണ് ഡബിൾ കാർഡ് വന്നേക്കുന്നത് നോക്കാം. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഒബ്സഷൻ ആയിരിക്കും, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അഡിക്ഷൻ തോന്നുക, ഒബ്സഷൻ തോന്നുക, അതാണ് ഡബിൾ കാർഡ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഡബിൾ കാർഡ് വന്നേക്കുന്നത് നോക്കാം. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സ് വളരെ കലുഷിതമായിരിക്കും. നിങ്ങൾ ഇത്രയും നാൾ പോസിറ്റീവായിട്ടാണ് ഇരുന്നെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇന്ന് ചിലപ്പോൾ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഒരു പൈശാചികത നിങ്ങളുടെ ഉള്ളിൽ തന്നെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതായത് എനിക്ക് വേണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നവർ ചിലപ്പോൾ എനിക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കും കിട്ടരുത് എന്നും ചിന്തിക്കുന്നതാകാം. നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ മനസ്സിനെ ചിലപ്പോൾ ഇന്ന് കടന്നാക്രമിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. 4 ഓഫ് വാൺസും 8 ഓഫ് കപ്സും ആണ്. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നിടത്തൊരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം വളരെ മാനസികമായിട്ട് സന്തോഷത്തോടു കൂടി ഇരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം അത് നടക്കുന്നില്ല എന്ന് മാത്രമല്ല, അവിടെ ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് വരുന്നതെന്നും കൂടിയാണ് ഈ ഡബിൾ എനർജി പറയുന്നത്. അപ്പോൾ അവിടെ ഒരു പൈശാചികത അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊരു നെഗറ്റിവിറ്റി വരുന്നു എന്നാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത്രയും നാളും പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മടുത്തിട്ട് നിങ്ങൾ അതിനെ നെഗറ്റീവായിട്ട് കാണുന്നതാകാനും സാധ്യതയുണ്ട്. അതാണ് ഡബിൾ എനർജി പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് സ്റ്റാർ കാർഡാണ്. അപ്പോൾ ചിലപ്പോൾ വീട്ടിലൊരു കുഞ്ഞുവാവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ വളരെ പ്രതീക്ഷയോടു കൂടിയാണ് ഇരിക്കുന്നത്. ചിലപ്പോൾ ചില കാർഡുകൾ വരുമ്പോഴേ നമുക്ക് ഉള്ളിൽ പറയാൻ വേറെ എന്തോ കാര്യമായിരിക്കും പറയാൻ വരുന്നത്, പക്ഷേ അത് ചിലപ്പോൾ നമുക്ക് പുറത്തേക്ക് വരുന്നുണ്ടാകത്തില്ല. അപ്പോൾ അതാണ് ഈ ആലോചിക്കുന്നത്, എന്തോ ഒരു കാര്യം കൂടി പറയാനുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നത്. സ്റ്റാർ കാർഡ് വരുമ്പോൾ വളരെ പ്രതീക്ഷയുള്ളൊരു ദിവസമാണ്. നിങ്ങൾ എന്താണോ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ നടക്കുന്ന നിങ്ങൾക്ക് മാനസികമായിട്ടൊരു പ്രതീക്ഷ, നല്ലത് വരും എന്നൊരു പ്രതീക്ഷ നിങ്ങൾക്ക് തോന്നുന്നൊരു ദിവസം പോലെയാണ് സ്റ്റാർ കാർഡ് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബേബി ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒരു ബേബി വരുന്നതാകാൻ സാധ്യതയുണ്ട്. സ്റ്റാർ കാർഡ് വളരെ കാമായിട്ടിരിക്കാൻ പറ്റുമെന്ന്. വീണ്ടും 6 ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റീയൂണിയൻ്റെ കാർഡാണ്, പബ്ലിക് റെക്കഗ്നിഷൻ്റെ കാർഡാണ്, സക്സസ് ആൻഡ് വിക്ടറിയുടെ കാർഡാണ്. അപ്പോൾ നിങ്ങളിന്ന് വളരെ സക്സസ്ഫുള്ളായി മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾക്ക് തിളങ്ങാൻ പറ്റും. നിങ്ങൾക്ക് മറ്റുള്ളവരാൽ നിങ്ങൾ അനുമോദിക്കപ്പെടും, മറ്റുള്ളവർ നിങ്ങളുടെ കഴിവിനെ അഭിനന്ദിക്കും എന്നൊക്കെയാണ് ഈ 6 ഓഫ് വാൺസ് പറയുന്നത്. അതുപോലെ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിലൊക്കെ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാനോ ഒക്കെ സാധ്യതയുണ്ട്. അവിടെ 6 ഓഫ് വാൺ എന്ന് പറയുമ്പോൾ ഒരു റീയൂണിയൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ വ്യക്തി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല എങ്കിൽ അവരുടെ ഉള്ളിൽ നിന്ന് നിങ്ങളും പോയിട്ടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇന്ന ദിവസം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതാണ് 6 ഓഫ് വാൺസ്. അതുപോലെ പബ്ലിക് റെക്കഗ്നേഷൻ, നിങ്ങൾക്ക് മറ്റുള്ളവരാൽ നിങ്ങൾ ആദരിക്കപ്പെടാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് 6 ഓഫ് വാൺസ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് വന്നിട്ട് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ദാനധർമ്മങ്ങളിൽ ഏർപ്പെടുക എന്നാണ്. നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാം. നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാതെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഇന്നേ ദിവസം കോംപ്രമൈസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഫിനാൻഷ്യലി വളരെ അബണ്ടൻ്റ് ആകും. നിങ്ങൾക്ക് ധാരാളമായിട്ട് പണം നിങ്ങളുടെ കയ്യിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങൾ കിട്ടുന്ന പണത്തിൽ, നിങ്ങൾ ഏൺ ചെയ്യുന്ന പൈസയിൽ അതിൽ ഒരു ശതമാനം പൈസ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പൈസ എടുത്തിട്ട് മറ്റുള്ളവർക്കും കൂടെ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, കൊടുത്തിട്ട് അവിടെ ഒന്ന് പറയണ്ട ഞാൻ കൊടുത്തു എന്ന് പറയണ്ട, കൊടുത്തത് മറ്റൊരാൾ അറിയണ്ട. ഓക്കെ, പിന്നെ ഈ പറയുന്ന ഈ ദാനം കൊടുക്കുന്ന പറയുന്നത് നിങ്ങൾക്കും കൂടെ ബാധകമാണോ എന്ന് മുമ്പൊക്കെ കമൻറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് തുറന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് പോലെ എന്തെങ്കിലും ഒന്ന് നമ്മൾ മറ്റുള്ളവർക്കും കൂടെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മളിലേക്ക് പണമൊക്കെ വരത്തുള്ളൂ. മണി എനർജി എന്ന് പറഞ്ഞത് ഒരു ഫ്ലോയാണ്. അതെപ്പോഴും ഞാൻ പറയുമല്ലോ, നമ്മളൊരു ചാലകമാണ്, നമ്മളിലൂടെ വേണം പണം വന്ന് ഫ്ലോ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പണം നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ ഒരിക്കലും അത് ഫ്ലോ ചെയ്യത്തില്ല. അപ്പോൾ ഒരിക്കലും നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഇരട്ടിക്കാൻ പോകുന്നില്ല. നമ്മളൊരു ചാലകമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പണം വന്ന് നമ്മളിലൂടെ പോയി വീണ്ടും വീണ്ടും നമ്മളിലേക്ക് വരുന്നത്. ആ ഒരു എനർജി നമ്മുടെ ബോഡിയിൽ നിൽക്കണം, ആ മണി എനർജി ബോഡിയിൽ നിൽക്കണം കേട്ടോ. അപ്പോൾ അതാണ് പണത്തിന് വേണ്ടിയിട്ട് ഇന്ന് വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും നിങ്ങൾക്ക് ഇന്ന് പണം കിട്ടും. അപ്പോൾ കിട്ടുന്ന പൈസയിൽ ഒരു തുക നിങ്ങൾ മറ്റുള്ളവർക്ക് ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കണം. വലിയ തുകകളൊന്നുമല്ല. കൊച്ചുപൊടി കുഞ്ഞുങ്ങൾക്ക് മുട്ടായി മേടിച്ചു കൊടുക്കുമോ, ഒരാൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കുമോ, അങ്ങനെ മതി. എന്തേലും പറ്റുന്നത് പോലെ ഒരു തുക കേട്ടോ, അത്രയും മതി നമ്മുടെ കയ്യിലുള്ളത് പോലെ. 6 ഓഫ് പെൻറ്റക്കിൾസ്. നെക്സ്റ്റ് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. വീണ്ടും ഫാമിലി കാർഡാണ്. ഫാമിലിയിലേക്ക് പണം വരുന്നു എന്നാണ്, ഫാമിലിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം വരുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ഇന്ന് 2 കാർഡുകൾ നിറയെ പണം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ സാലറി ഒക്കെ കിട്ടുന്നവർ, സാലറിഡ് ആയിട്ടുള്ളവർക്ക് സാലറി കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് നിങ്ങളുടെ പാരമ്പര്യ സ്വത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പണസമ്പാദനം നടക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ
നിങ്ങളുടെ ഫാമിലി ഏർണിംഗ് ഉണ്ടല്ലോ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ സാലറി ആകാം, വൈഫിൻ്റെ സാലറി ആകാം, മക്കളുടെ സാലറി ആകാം. അപ്പം അങ്ങനെ ഒരു ഗ്യാതറിങ് വരുമല്ലോ പണത്തിൻ്റെ അക്യുമുലേഷൻ വരുന്നതാകും കേട്ടോ. ഫാമിലി ഇഷ്ടംപോലെ പണം വരുന്നു, പല സോഴ്സിൽ നിന്ന് പണം ഇന്ന് വരുമെന്ന് കാണുന്നുണ്ട്. 10 ഓഫ് പെൻറ്റക്കിൾസ് അത് ഫാമിലിയുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്നും കാണുന്നുണ്ട്. ഓക്കെ, ഇത് ഫാമിലിയോടൊപ്പം വീണ്ടും കുറേ സമയം നമുക്ക് നല്ലതായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടും. അതാണ് 10 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ലാസ്റ്റ് കാണുന്നത് 9 ഓഫ് സോഡ്സ് ആണ്. അപ്പം രാത്രിയിൽ നിങ്ങൾ ഉറക്കം ഉണ്ടാവില്ല, ഉറങ്ങാത്ത കുറേ ആളുകളുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് രാവിലെ ആകുമ്പോൾ ഒരു മന്ദതയൊക്കെ ഫീൽ ചെയ്യൂലേ, അതുപോലെ ഒരു ടെൻഷൻ. അപ്പോൾ രാത്രികളിലെ ഹാങ് ഓവർ ആയിരിക്കാം, അതുകൊണ്ടാണ് ഈ 9 ഓഫ് സോഡ് വരുന്നത്. ചിലപ്പോൾ മാനസികമായിട്ട് കടുത്ത സമ്മർദ്ദത്തിലേക്ക് ചിലരൊക്കെ ഇന്നേ ദിവസം കുറച്ച് സമയമൊക്കെ, എപ്പോഴും അല്ല, എല്ലാം മാറി മാറി വരും. അപ്പോൾ കുറച്ച് സമ്മർദ്ദത്തിലൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ട്, രാത്രികളിൽ ഉറങ്ങാൻ പറ്റാതിരുന്ന കുറേ ആളുകളുണ്ട്. മേ ബി ഇത് മിസ്കാരേജ് ഒക്കെ വന്നിട്ടുള്ളവരാകും കേട്ടോ. രാത്രികളിൽ ഈ അബോർഷനൊക്കെ നടന്നിട്ടുള്ള അമ്മമാരാരെങ്കിലും ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രാത്രികളിൽ നിങ്ങൾ ആ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ ഓർത്തിട്ടൊക്കെ വേദനിക്കുന്നതാകാം, വിഷമിക്കുന്നതാവാം. ഞാനങ്ങനെ ചെയ്തു പോയല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം പറ്റിപ്പോയല്ലോ എന്നൊക്കെ നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നതാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് രാത്രികളിൽ ചിലപ്പോൾ നിങ്ങൾ അത് ഓർത്ത് വിഷമിച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ പാസ്റ്റിൽ നടന്നിട്ടുള്ള ഒരു കാര്യത്തെ ഓർത്ത് നിങ്ങൾ വേദനിച്ച് വിഷമിച്ചിട്ടൊക്കെ ആയിരിക്കും കിടന്നുറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് രാവിലെ എണീക്കുമ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവർ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ഒരു മൂഡ് സ്വിങ്സ് ഇന്ന ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ ഇനിയുള്ളൊരു 2-3-4 ദിവസം നിങ്ങൾക്കൊരു മൂഡ് സ്വിങ്സ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ചൊവ്വ, ബുധൻ, വ്യാഴം ആ ദിവസങ്ങളൊക്കെ നിങ്ങൾക്കൊരു മൂഡ് സ്വിങ്സ് പോലെ ഫീൽ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഇനി ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് തലയ്ക്ക് വല്ലാത്ത ഹെവിനെസ് തോന്നുക, വല്ലാത്ത എന്താണ് ഒരു മന്ദത പോലെ തോന്നുക, തലയ്ക്ക് ഫീലിംഗ്, കഴുത്തിന് മുകളിലോട്ട് വല്ലാത്തൊരു ഹെവിനെസ് ഒക്കെ ഫീൽ ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നലത്തെ റീഡിങ്ങിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തല കറക്കം ഉണ്ടാവും, തല ചുറ്റൽ അങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടായോ എന്ന് പറയണം കേട്ടോ. ഇത് വീണ്ടും മാനസിക സംഘർഷത്തിൻ്റെയാണ്, കടുത്തൊരു പേരറിയാത്തൊരു മാനസിക സംഘർഷം. എന്തിനാണ് ടെൻഷൻ അടിക്കുന്നതെന്ന് വെച്ചാൽ അറിയില്ല, പക്ഷെ എന്നാൽ ഭയങ്കര ഒരു ടെൻഷൻ പോലെ തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് രാത്രിയുടെ ഹാങ് ഓവറാണ്. രാത്രിയിൽ നിങ്ങൾ എന്ത് ചിന്തിച്ചുകൊണ്ട് കിടന്നോ അതിൻ്റെ ഹാങ് ഓവറായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇത് ജനറൽ ഗൈഡൻസ് എന്ന് പറയുന്നത്. ബോട്ടം വന്നേക്കുന്ന സൺ കാർഡാണ്, താഴെ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് കിട്ടാൻ പോകുന്നു, നിങ്ങൾ ഹീലാവുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ സൺ കാർഡ് പറയുന്നത് ഹീലിങ്ങിൻ്റെ കാർഡാണ്. ഹീലായിട്ടുണ്ട്, നിങ്ങളുടെ ട്രോമയിൽ നിന്ന് നിങ്ങൾ നന്നായിട്ട് ഹീലായതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കൊരു പുതിയ നിങ്ങൾ കാത്തിരുന്നത് എന്താണോ അതിൻ്റെ ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്കൊരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. പ്രണയ നൈരാശ്യത്തിലിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിലേക്കൊരു റീയൂണിയൻ വരുന്നുണ്ട്. പണം കാത്തിരിക്കുന്നവരാണെങ്കിൽ അതിനുള്ളൊരു സോഴ്സ് നിങ്ങളിലേക്ക് ഓപ്പൺ ആവുന്നുണ്ട്. ശരിക്കും നിങ്ങൾ ഡിവൈൻലി കണക്റ്റഡ് ആയിട്ടുള്ളൊരു ദിവസമാണ്. നിങ്ങൾക്ക് ഡിവൈനായിട്ട് നിങ്ങളുടെ ഒരു പ്രശ്നത്തിന് സൊല്യൂഷനായിട്ട് കിട്ടുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങളുടെ ചെവിയിലേക്ക് വരും. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച, നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിലേക്ക് വരും. ഇതൊരു പറഞ്ഞ പോലെ യാത്രയുടെ കാർഡാണ്. നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട്, വളരെ ഇന്നസെൻ്റ് ആയിട്ട് നിങ്ങൾ യാത്ര ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാർഡും കൂടിയാണ്. ഓക്കെ, അതാണ് സൺ കാർഡ് പറയുന്നത്. എല്ലാം ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു ദിവസമായിട്ടാണ് ഈ സൺ കാർഡ് വരുമ്പോൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ജനറൽ ഗൈഡൻസ് എന്ന് പറയുന്നത്. ഇനി ഏഞ്ചൽസ് ഗൈഡൻസ് എന്താ നോക്കാം. ഏഞ്ചൽസ് ഗൈഡൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഡിവൈൻലി കണക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ വ്യക്തി ഇന്നേ ദിവസം വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഡിവൈൻലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ്. ഇനി ഏഞ്ചൽസ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ, ചൂസ് എ ന്യൂ ഡിറക്ഷൻ. എന്താണോ ചോദിച്ചത് അവിടെ പോകുന്ന വഴിയിൽ ഒരു ചെറിയ മാറ്റം വരുത്തണമെന്നാണ് പറയുന്നത്. അതാണ് ചൂസ് എ ന്യൂ ഡിറക്ഷൻ. സെക്കൻഡ് കാർഡ് വന്നിട്ട് യു ആർ റെഡി. നിങ്ങൾക്ക് അറിയാം നിങ്ങളാണ് ചെയ്യേണ്ടത്, നിങ്ങൾ റെഡിയാണ്. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ പോലെ ഇത് ജസ്റ്റ് ഒന്ന് വളവൊന്ന് ശരിയാക്കിയാൽ മതി, എല്ലാം ബാക്കിയെല്ലാം ഓക്കെയാണ്. യു ആർ റെഡി എന്നാണ് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ എ ഇയർ ഫ്രം നൗ. നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിച്ചത് ഒരു വർഷത്തിനകം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വരും. ഇപ്പോൾ ചിലപ്പോൾ ഈ റീസെൻറ്റ് ഡേയ്സിൽ വരുമായിരിക്കും, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് വരുമായിരിക്കും, പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അത് വരാൻ ഏകദേശം ഒരു വർഷം കൂടെയൊക്കെ. എ ഇയർ ഫ്രം നൗ, ഏകദേശം ഒരു വർഷമെങ്കിലും നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. എല്ലാത്തിനും ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. ആ സമയത്ത് മാത്രമാണ് പെർഫെക്റ്റ്ലി ഇറ്റ് വിൽ കം ടു യു. ഓക്കെ, അല്ലാത്തപ്പോഴൊക്കെ വന്നാൽ അത് വന്നു പോയി എന്നുള്ളതേ ഉള്ളൂ. അത് പെർമനൻ്റ് ആയിട്ട് വരണമെങ്കിൽ ഒരു ഡിവൈൻ ബ്ലെസ്സിങ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ.
അടുത്തത് ലവേഴ്സിനുള്ള ഗൈഡൻസ്. ഈ ലവേഴ്സിനുള്ള ഗൈഡൻസ് എല്ലാ ദിവസവും വേണോ എന്നൊന്ന് പറയണം കേട്ടോ. വേണ്ടെങ്കിൽ നമുക്കിതങ്ങ് ഡ്രോപ്പ് ചെയ്തേക്കാം, വെറുതെ വീഡിയോയുടെ ലെങ്ത് കൂട്ടണ്ടല്ലോ. എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്ന് നോക്കാം. എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? ഫസ്റ്റ് കാർഡ് വന്നിട്ട് റിക്കൺസിലിയേഷനാണ്. അപ്പോൾ ഇന്നൊരു അനുരഞ്ജനം നടക്കാൻ പോകുന്നു. പിണങ്ങി നിൽക്കുന്ന ലവേഴ്സിന് ഒരു റിക്കൺസിലിയേഷൻ വരുന്നുണ്ട്. സംവൺ ഫ്രം യുവർ പാസ്റ്റ് ഈസ് റിട്ടേണിങ് ടു യുവർ ലൈഫ്. നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള ഒരാൾ ഇന്ന് നിങ്ങളെ അപ്രോച്ച് ചെയ്യും. പാസ്റ്റിൽ നിങ്ങളെ കരയിപ്പിച്ചിട്ട് പോയിട്ടുള്ള ഒരാളായിരിക്കും അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്നാണ്. വെരി സൂൺ എന്നാണ്. ക്ലിയർലി ഡിസൈഡ് വോട്ട് യു വോണ്ട് സോ ദാറ്റ് ഇറ്റ് കംസ് ടു യു നൗ. കൃത്യമായിട്ട് ഡിറ്റർമിൻഡ് ആയിരിക്കുക, അതിനൊരു ടൈം സെറ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. ഉറപ്പായിട്ടും അത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ വന്ന് ചേരും. മേക്ക് ദ എഫേർട്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ തന്നെ ചെയ്യണം. നിങ്ങളായിട്ട് എടുക്കേണ്ട എഫേർട്ട് നിങ്ങൾ തന്നെ എടുക്കണം എന്നാണ് പറയുന്നത്. അടുത്തത് കോളിംഗ് ഇൻ യുവർ സോൾമേറ്റ്. യുവർ പ്രേയേഴ്സ്, അഫർമേഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻസ് ഹെൽപ്പ് ബ്രിങ് യു ടുഗെദർ. നിങ്ങളുടെ അഫർമേഷൻ്റെ കുറവുണ്ട്, പ്രാർത്ഥനയുടെ കുറവുണ്ട്, മാനിഫെസ്റ്റേഷൻ്റെ ഒക്കെ കുറവുണ്ട്. നിങ്ങളതെല്ലാം ചെയ്യൂ. അപ്പോൾ നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നാണ് പറയുന്നത്. ഈ സോൾമേറ്റ് നിങ്ങൾ മുൻപ് കണ്ടിട്ടുള്ള ആളുകളെ പോലൊന്നും അല്ല. അയാൾ ഭയങ്കര ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും. അപ്പോൾ അയാൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള അഫർമേഷൻസ് ഒക്കെ പറഞ്ഞ് വേണം അയാളെ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താണെന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഹൈപ്പ് ബട്ടൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.